89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. ഇന്നും നമ്മൾ ഒരു കിഡിലൻ വിദ്യാഭ്യാസ മേഖലയെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് കൂടെയുള്ളത് ഒരു എക്സ്പേർട്ടാണ്. നമ്മൾ അതിലേക്ക് എത്തും മുൻപ് നമ്മൾ ഏത് വിഷയത്തെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഏത് മേഖലയെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഈ ലോകത്തൊക്കെ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ചുറ്റുപാടും എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത് പലപ്പോഴും മീഡിയാസ് വഴിയാണ്, കുറേ ന്യൂസുകൾ വഴിയാണ്, റിപ്പോർട്ടേഴ്സ് വഴിയാണ്. അങ്ങനെ കുറേയധികം മീഡിയ സോഴ്സസ് നമുക്കുണ്ട്. സോ ഇതിനൊക്കെ പിന്നിൽ ഒരു വലിയൊരു കോഴ്സും ഒളിഞ്ഞിരിക്കുകയല്ല, ഭയങ്കര പ്രസന്റബിൾ ആണ്. നമ്മൾ ഇന്ന് ആ കോഴ്സിനെയാണ് ഏറ്റവും മുൻപിലേക്ക് നമ്മുടെ എല്ലാവരുടെയും കാതുകളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. സോ ഈ ഒരു കോഴ്സിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് അറിയാൻ അല്ലെങ്കിൽ നമുക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ട് കുറേയധികം സാധ്യതകൾ പറഞ്ഞു തരാൻ ഒരു എക്സ്പേർട്ട് ഉണ്ടെന്ന് ഞാൻ മുൻപേ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാനൊരു കിഡിലൻ വെൽക്കം കൂടി തരുവാണ് കേട്ടോ. നമുക്ക് കുറേയധികം ടോക്ക് ഷോസിലൂടെയും അതുപോലെ കുറേയധികം ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസിലൂടെയും നമ്മുടെ മനം കവർന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ പി ജേക്കബിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. മിസ്സേ, വെരി വെരി വെൽക്കം. താങ്ക് യു മിസ്. നമ്മൾ ഇന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സിന് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് പോവാണ്. അതെ. ഓക്കെ. കുറച്ച് മുൻപേ പറഞ്ഞ പോലെ ഈ ലോകത്ത് എന്തൊക്കെയാ നടക്കുന്നത് എന്നുള്ളത് ഓരോ വ്യക്തികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഓരോ ജേർണലിസ്റ്റിന്റെ പങ്ക് വളരെ വലുതാണ്. ഓരോ ജേർണലിസ്റ്റിന്റെയും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേ ബി ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സുകൾ തന്നെയായിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളിലേക്ക് ഇത്രയും ഇൻഫർമേഷൻസ് എത്തിക്കുന്നവരെ പറ്റിയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇന്നത്തെ ഉയരയിലൂടെ നമുക്കൊരു പ്രചോദനമാവാനും സാധിക്കട്ടെ. ഷുവർ. ഓക്കെ മിസ്. അപ്പോ എന്താണ് ആക്ച്വലി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വിവിധ വിഷയങ്ങളിൽ സർവകലാശാലകളും കോളേജുകളുമൊക്കെ പണ്ടേ തന്നെ വളരെയധികം നല്ല വിഷയങ്ങളുടെ വിവിധ വിഷയങ്ങളിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷനും ഡിഗ്രിയും ഒക്കെ നടത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വളരെ വർഷങ്ങൾക്ക് ശേഷം, അതായത് അടുത്ത കാലഘട്ടങ്ങളിലാണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്നത് വളരെ വ്യാപകമായ തോതിലേക്ക്, എന്നാൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളിലേക്കും സമൂഹത്തിലേക്കും അതിൻ്റെ ആവശ്യകത എത്തിയത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് ചരിത്രപരമായി മനസ്സിലാക്കിയിട്ടുള്ള പോലെ പത്രപ്രവർത്തനം മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ എത്തിക്കൽ ബാലൻസോടുകൂടി രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ദിശാബോധമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കുവാൻ വേണ്ടി, അതുമല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യ ബോധം മനുഷ്യനിൽ കൊടുക്കാൻ വേണ്ടി, മനുഷ്യനെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്നോ ഒക്കെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തൂലിക ചലിപ്പിക്കാൻ വേണ്ടിയുള്ള പത്രപ്രവർത്തനമായി തുടങ്ങിയ ഇന്ന് വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സ് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ടും അതിൻ്റെ പ്രൊഫഷണലിസത്തിലൂടെയും ലോകം മുഴുവനും കീഴടക്കാനുള്ള ഒരു ത്രാണിയോടുകൂടി ഇന്ന് വളർന്നു വന്നിരിക്കുന്ന ഒരു ശാഖയാണത്. അപ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ നമുക്ക് എഴുതാൻ അറിയാവുന്നവർക്കും പഠനമുള്ളവർക്കും, അതായത് ഈ സാഹിത്യത്തിലും കലയിലും സംസ്കാരത്തിലുമൊക്കെ ആഴത്തിലുള്ള അറിവുള്ളവരും ഒക്കെ എഴുതി വളർന്നിരുന്ന ഒരു കാലഘട്ടത്തിനപ്പുറത്തേക്ക് ഇതിൻ്റെ വിവിധ മേഖലകളെ ക്രോഡീകരിച്ചുകൊണ്ട് നല്ല സിലബസുകളൊക്കെ കൊടുത്ത് ക്യാമ്പസുകളിൽ അതിനുള്ള എല്ലാ പ്രാക്ടിക്കൽ സൗകര്യങ്ങളും കൊടുത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ശാഖ വലിയ വളർന്ന ഒരു ബ്രാഞ്ചായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ശാസ്ത്രീയമായി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തിയറീസും മോഡൽസും ഒക്കെ മാസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ കുട്ടികൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയും ഒക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് നല്ല അധ്യാപകരെ നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല സയൻറ്റിസ്റ്റുകളെ പോലെ റിസർച്ച് ചെയ്യുന്ന, ഗവേഷണം ചെയ്യുന്ന, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിൽ നല്ല ഗവേഷകരെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം എന്ന കോഴ്സ്
ഏതൊരു സബ്ജക്റ്റിനേക്കാളും വളരെ കുറച്ച് കാലഘട്ടം കൊണ്ട് മുന്തിയ നിലയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ശാഖയാണത്. മിസ് ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു മേഖലയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ദിവസം നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തെ പറ്റി കൂടുതൽ അറിയുന്നുണ്ട് മിസ്സിലൂടെ. എന്തായാലും മിസ്സെ, നമ്മൾക്ക് കുറച്ചധികം കാര്യങ്ങൾ അറിയാനുണ്ട് ഇന്നത്തെ ഉയരവിലൂടെ. എല്ലാം ഇപ്പൊ പറഞ്ഞു തീർക്കണോ? വേണ്ട, നമുക്കൊരു പാട്ടൊക്കെ കേട്ട് അതൊക്കെ അറിയാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും മിസ്സിന്റെ ഫേവറേറ്റ് ട്രാക്സ് ഏതെങ്കിലും ഉണ്ടോ? നമുക്ക് റേഡിയോയിൽ പ്ലേ ചെയ്യാലോ. അന്നയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിലേക്ക് പോകാം. ഓക്കെ, എങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. മിസ്സിന് നമ്മുടെ ചന്ദ്രോത്സവം മൂവിയിലെ ആരാരും കാണാതെ എന്നുള്ള സോങ് ഇഷ്ടപ്പെടും. നല്ലതാണ്. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടോട് കൂടി തന്നെ ഉയരെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്. അപ്പൊ ദാ സോങ് വരുന്നുണ്ട്. സോങ്ങിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തും ഉയരയിൽ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. ഇന്ന് ഉയരയിൽ നമുക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്നതും എന്നാൽ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ഒരു മേഖലയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം കോഴ്സിനെ പറ്റി. കൂടെ നമ്മോടൊപ്പം ഒരു എക്സ്പേർട്ട് തന്നെയാണ് ഈ ഒരു കോഴ്സിനെ പറ്റി നമുക്ക് പറഞ്ഞു തരാനുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P. ജേക്കബ്. മിസ്സെ, വീണ്ടും സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന കോഴ്സ് എന്ന് മിസ് നമുക്ക് ഏറ്റവും ബ്രീഫായിട്ട് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. ആൻഡ് ഇനി അറിയാനുള്ളത് മിസ് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ്. ലൈക്ക് ആരായിരുന്നു മിസ്സിനെ ജേർണലിസം എന്ന മേഖലയിലേക്ക് എത്തിച്ച ആ ഒരു വ്യക്തികൾ? നല്ലൊരു ചോദ്യമാണ്. പക്ഷേ പ്രത്യേകമായിട്ട് ഒരു വ്യക്തിയുടെ പേരോ അങ്ങനെയല്ല. അതേക്കുറിച്ച് പറയുമ്പോഴേക്കും നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് നിന്ന മലയാള മനോരമയോടാണ്. കാരണം എൻ്റെ ഫാദർ മലയാള മനോരമയിലായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പകാലം തൊട്ട് എൻ്റെ വായനയുടെ സംസ്കാരം എന്ന് പറയുന്നത് മലയാള മനോരമ പത്രത്തിലൂടെയാണ് തുടക്കം. അപ്പം മലയാള മനോരമയും അതുപോലെ തന്നെ ഞാൻ പത്രങ്ങളിൽ ദീപികയും വായിക്കുമായിരുന്നു. അപ്പം ഈ പത്രങ്ങളിലൂടെയാണ് ഞാൻ വായനയിലേക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ജേർണലിസത്തിൽ കഴിവുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ജേർണലിസം എന്ന് പറയുന്ന ഒരു പ്രധാന ഒരു ശാഖയെക്കുറിച്ചന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകരൊന്നും ചിന്തിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഉപന്യാസ മത്സരവും പ്രസംഗ മത്സരവും മറ്റ് എഴുത്തുകളിലുള്ള എല്ലാ കഥാരചന, കവിതാരചന ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പോകുമ്പോൾ എൻ്റെ അധ്യാപകർ തന്നെ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സായിട്ടുള്ള എൻ്റെ മലയാള അധ്യാപകരുമൊക്കെ എന്നോട് പറയുമായിരുന്നു എനിക്കിങ്ങനെ എഴുത്തിൻ്റെ മേഖലയിലൊക്കെ വളരാനുള്ള ഒരു സാധ്യതയുള്ള ഒരാളാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ഒരു വലിയ പ്രേരണയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് മലയാള മനോരമയിൽ ആയിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേര് മലയാള മനോരമയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ബാലരമയൊക്കെ എൻ്റെ വായനയുടെ വലിയ സംസ്കാരം തുടങ്ങി വെച്ചതാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഒത്തിരി സന്തോഷം കണ്ടെത്തിയിരുന്ന ആളാണ്. ബാലരമ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. പണ്ട് കാലത്ത് ബോബനും മോളിയൊക്കെ വായിക്കല്ലേ, അതുപോലുള്ള പുസ്തകങ്ങൾ കയ്യിൽ കിട്ടിയാൽ എനിക്ക് ഭയങ്കര സമാധാനത്തോടെ വായിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. സമാധാനത്തോടുകൂടി അത് തന്നെ, അതൊക്കെ ആസ്വദിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ആ ഒരു ഇതിലൂടെ പിന്നീട് അങ്ങോട്ട് വളർന്നു വന്നപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സംസ്കാരം കുറച്ചുകൂടി മുന്നോട്ട് സൂക്ഷിക്കുകയും പിന്നെ പഠനത്തിന് ശേഷം നമ്മൾ ജേർണലിസം എന്ന ഇതിലേക്ക് തിരിയണം, പഠിക്കണം എന്നത് നമ്മുടെ വായനയിലൂടെ അറിവ് ആ രീതിയിൽ കിട്ടിയത് കൊണ്ടും അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും എല്ലാവരും പൊതുവായിട്ട് നടക്കുന്ന ക്ലാസ്സുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ അതൊക്കെ കുറച്ചേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ. എങ്കിൽ പോലും ഞാനത് ചെയ്യുമായിരുന്നു, അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കുറച്ച് അറിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രേരണയായിരുന്നു. അങ്ങനെയാണ് ഈ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിലേക്ക് എൻ്റെ PG ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. അപ്പോൾ ഇത് കേരളത്തിന് വെളിയിൽ ഒരു സ്ഥലത്ത് പോയി ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി ആ പഠനം നടത്താനുള്ള കാരണം. പക്ഷേ അധ്യാപികയാകണം എന്ന് അന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം അധ്യാപികയാകാനുള്ള ഒരു കഴിവുണ്ട് എന്ന് അധ്യാപകർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും നമ്മളിൽ ജേർണലിസം ചൂസ് ചെയ്യുമ്പോൾ ഒരു നല്ല റിപ്പോർട്ടർ ആകണം എന്നൊക്കെയുള്ള ഒരു പ്രിന്റ് മീഡിയ റിപ്പോർട്ടർ ആകണം, അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയിൽ ഒരു എഡിറ്റർ ആകണം, ഇങ്ങനെയൊക്കെയായിരുന്നു മനസ്സിലെ ധാരണകൾ.
പക്ഷേ 2 വർഷം ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ മൈസൂർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലത്ത് ഞാൻ എപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അധ്യാപകരെ വളരെയധികം മാനിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഗുരുക്കന്മാരോട് അത്രയും ഒരു മാതൃകാപരമായ പെരുമാറ്റം ചെയ്തു പോന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാവാം ഞാനും ഈ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അധ്യാപകർ എന്നെ ഒത്തിരി ആകർഷിച്ചു. കാരണം പലപ്പോഴും ഞാൻ പ്രസൻറ്റേഷൻ നടത്തുമ്പോഴും സെമിനാർസൊക്കെ ചെയ്യുമ്പം സാധാരണഗതിയിൽ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾ നമുക്കറിയാലോ ഫീൽഡിലേക്ക് പോകാനുള്ള തത്രപ്പാട്, അല്ലെങ്കിൽ അവർക്ക് എഡിറ്റേഴ്സ് ആകുക, അങ്ങനെയുള്ള ഇതായിരിക്കും കൂടുതൽ വിഷ്വൽ മീഡിയയിലെ പ്രോഗ്രാംസ് പ്രൊഡ്യൂസേഴ്സ്. ഇത് പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് അവർ പറയുമായിരുന്നു, എനിക്ക് ഒരു ടീച്ചർ ആകാനായിട്ട്, ഈ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ഒരാളാകുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് എൻ്റെ അധ്യാപകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞപ്പോഴാണ്, അതായത് ജേർണലിസം ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് ഒരു ടീച്ചിങ്ങിനുള്ള ഒരു കഴിവ് എന്നിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അധ്യാപകർ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ എളുപ്പമുള്ളൂ, അല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ PhD ചെയ്തിട്ടില്ല. ജോലിക്ക് കയറി കഴിഞ്ഞാണ് ഞാൻ PhDയിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ ആ ടീച്ചിങ് നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് PhD ഒക്കെ ചെയ്തത്. അത് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അന്നും നമ്മളെ PGക്ക് പഠിപ്പിച്ച അധ്യാപകർ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഒരു ശിക്ഷണത്തിൽ PhD ചെയ്യാനും സാധിച്ചു എന്നതും വലിയൊരു കാര്യമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റി, ആ സമയത്ത് പഠിക്കാനൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഒരു എൻട്രി. അതാണ് അങ്ങനെ നിലവിൽ ഇപ്പോ നമ്മുടെ പ്രിൻസിപ്പൽ ആയിട്ട് നിൽക്കുവാണ്. ആൻഡ് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് മിസ്സിന്റെ ഓരോ കാലഘട്ടത്തിലും ഞാൻ പറയുകയാണെങ്കിൽ. അപ്പോൾ എന്നെ പോലെയുള്ള എല്ലാവരും ശ്രദ്ധിക്കണം, ചെറുപ്പം തൊട്ടേ പത്രം വായിച്ച് പഠിക്കുക. വായനയാണ് ഏറ്റവും പ്രധാനം. വായിച്ചേ മതിയാവൂ. അതെല്ലാവരും പത്രം വായിക്കൂ, അല്ലെങ്കിൽ വേറെ മാധ്യമങ്ങളിലൂടെ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്ന് അറിയൂ. അതുപോലെ തന്നെ ഇപ്പൊ അന്യെ പോലെയുള്ളവർ സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ ധാരാളമായി ഉപയോഗിക്കുന്നില്ലേ. അപ്പൊ ഇന്നത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വാക്കുകൾക്കൊരു ദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ പത്രം വായിച്ചാലും മതി. പത്രം വായിക്കുമ്പോൾ തന്നെ വാക്കുകൾ നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് വലിയൊരു പോയിന്റ് ആണ്. മിസ്സിന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ജേർണലിസം കടന്നു വന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമ്മൾ ജേർണലിസത്തിലേക്ക് കടന്നു വരാൻ പോവാണ്. പക്ഷേ പാട്ടുകൾ is on the way, so keep on listening to ഉയരെ only on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അനെയാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സിനെ പറ്റിയിട്ട് അറിയാൻ പോവാണ് ഒരു കിടിലൻ എക്സ്പേർട്ടിൽ നിന്നും തന്നെ. ഓക്കെ, നമ്മളെന്തായാലും കുറച്ച് നേരമായിട്ട് നമ്മൾ ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മേഖലയെ പറ്റിയിട്ട്. പക്ഷേ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ആൻഡ് കൂടെ നമ്മോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന് ക്യാമ്പസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P. ജേക്കബ് ആണ്. മിസ്സെ, ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒരു ഇൻഡിവിജ്വലിന് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സ്കിൽസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് അതിനൊരു പ്രസക്തിയുണ്ട്. വിദ്യാർത്ഥികളെല്ലാം തന്നെ വിഷ്വൽ മീഡിയയിലെ അട്രാക്ഷനിലാണ് ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്ലാമറസ് പ്രൊഫഷൻ എന്നാണ് അവർ ഓർത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ന്യൂസ് റീഡർ ന്യൂസ് വായിക്കുമ്പം ഇപ്പോൾ കോഴ്സിന് വരുന്ന മുമ്പേ കുട്ടികൾ വിചാരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ന്യൂസ് എഴുതി കൊടുക്കുന്നു, അത് വായിക്കാൻ അറിയാമെങ്കിൽ വായിക്കാമല്ലോ എന്നാണ്. പക്ഷെ അതല്ല, ആ ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശേഷി ആ കുട്ടിക്ക് ഉണ്ടാവണം. അപ്പം നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം, നമുക്ക് GK ഉണ്ടായിരിക്കണം, നമുക്ക് വായന ഉണ്ടായിരിക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ന്യൂസ് വന്നാൽ അത് തപ്പിത്തടയാതെ പെട്ടെന്നത് പ്രൊഡ്യൂസ് ചെയ്യാൻ, അത് വായിക്കാൻ അല്ലെ പറയാൻ. അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, രാജ്യത്തലവന്മാർ, പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, പ്രധാനപ്പെട്ട പാർട്ടികൾ, ഇതൊക്കെ നല്ല രീതിയിൽ പഠിച്ച ഒരാൾക്ക് മാത്രം കൈകാര്യം ചെയ്യാനാണ് ന്യൂസ് റീഡിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും വിഷ്വൽ മീഡിയയുടെ ആ ഒരു അട്രാക്ഷനിലേക്ക് വരുമ്പോൾ ഇതൊന്നും വേണ്ട, ഒരു ബേസും വേണ്ട എന്ന് കരുതുന്നവരാണ് അധികം വിദ്യാർത്ഥികളും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മൾ ജേർണലിസം ചൂസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജേർണലിസത്തെ സംബന്ധിച്ചിടത്തോളം PGക്ക് വരുന്ന ഒരു വിദ്യാർത്ഥി ഫിസിക്സ് പഠിച്ചതാണെങ്കിലും കെമിസ്ട്രി പഠിച്ച ആളാണെങ്കിലും ബയോളജി പഠിച്ച ആളാണെങ്കിലും
അതേസമയം ആർട്സ് സബ്ജക്റ്റ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. കാരണം ഈ മാധ്യമ പ്രവർത്തനത്തെ ഏത് വിഷയവുമായിട്ടും ബന്ധിപ്പിക്കാം. അതെ, അത് വളരെ ശരിയാണ്. അതിനെ അവരെടുക്കുന്ന ആ മേഖലയിലെ സ്പെഷ്യലൈസേഷൻ അവർക്ക് ആ വിഷയത്തിൽ വേണേൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ സംഗീതമുള്ള ഒരാളാണെങ്കിലും ഡാൻസ് ഉള്ള ഒരാളാണെങ്കിലും എല്ലാവർക്കും ഇവിടെ പ്രസക്തിയുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ തന്നെ ആർട്സ് സബ്ജക്ട്സ് ബൈ ഹാർട്ട് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഈ ഫീൽഡിലേക്ക് വരുന്ന ആൾക്ക് ഒരു കാര്യം ചെയ്ത് തീർക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുത്തു തന്നെ വേണം ജേർണലിസം ഫീൽഡിലേക്ക് വരാൻ. അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളല്ല. നമ്മളിപ്പോൾ പെട്ടെന്നൊരു കാര്യം നമുക്ക് ചെയ്തു കഴിയുമ്പോൾ നല്ലൊരു സംതൃപ്തി തോന്നും യഥാർത്ഥത്തിൽ. പക്ഷേ ആ ചെയ്യുന്ന കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ നമുക്ക് ചിലപ്പോൾ റിസർച്ച് ചെയ്യേണ്ടതായിട്ട് വരും, നമുക്ക് കുറച്ച് പഠിക്കേണ്ടതായിട്ട് വരും, കുറച്ച് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ നമ്മൾ ദിവസങ്ങളോളം ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ജേർണലിസം പഠിക്കാനുള്ള ഒരു ക്ഷമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ സ്റ്റുഡൻസൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ അല്ലെ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ അല്ലെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരുടെ വീടിന് മുമ്പിൽ അപ്പോൾ പാർട്ടി നേതാക്കന്മാരുടെ മുന്നിൽ വീടിന് മുമ്പിലൊക്കെ ദിവസങ്ങളോളം മയക്കം പിടിച്ച് കാത്തു നിൽക്കുകയാണ്, ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. എന്നിട്ട് അവർ സക്സസ് ആകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ് ഉറപ്പായിട്ടും. പക്ഷേ ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടിയിട്ട് അവർ എത്രമാത്രം ഓടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏതൊരു സ്പെഷ്യലൈസേഷനിലേക്കാണോ നമ്മൾ എത്തുന്നത് അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ജോലിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ സർഗക്ഷേത്രയിലെ RJ-മാർക്കറിയാം അവർക്ക് എത്രമാത്രം അവരുടെ വർക്ക് നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടി അവരെന്തുമാത്രം വോയിസിലാണേലും ആ സ്റ്റോറി ഉണ്ടാക്കുന്നതിലാണേലും പറയുന്നതിലാണേലും പ്രേക്ഷകരെ ഇങ്ങനെ അന്നക്കിപ്പോൾ ക്യാച്ച് ചെയ്യുന്നില്ലേ, ആ ക്യാച്ച് ചെയ്യുന്നതിലാണേലും ഒക്കെ ഒരു മിടുക്ക് കാണിക്കുന്നുണ്ട്. ആ മിടുക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇവിടെ ജേർണലിസം ചൂസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയും, നമ്മൾ വളരെ സ്മാർട്ടായിരിക്കണം എന്ന് പറയും. എല്ലാ തരത്തിലും നമ്മൾ കാഴ്ചയ്ക്ക് മാത്രമല്ല, നമ്മളുടെ വാക്കുകളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ മാറ്റപ്പെടുന്ന ഒരു സബ്ജക്റ്റാണത്. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള, അതായത് ഞാൻ പറയും മീഡിയ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഈ പ്രൊഫഷണലിസം വന്നിരിക്കുന്ന മീഡിയയിലാണ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് മീഡിയയിലാണ്. നമ്മളൊന്ന് ഓർത്ത് വയ്ക്കേ, പത്രങ്ങളിൽ നിന്ന് നമ്മളിവിടെ വന്ന വിഷ്വൽ മീഡിയ, നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ടെക്നോളജിയുടെ എത്ര ഫാസ്റ്റ് മൂവ്മെൻ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതിനെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള, എത്രയും പെട്ടെന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയെ അതിൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ മനസ്സിലാക്കി കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരിക്കണം. ഉറപ്പായിട്ടും ഉണ്ടാവണം. അങ്ങനെയുള്ളവരാണ് ഓട്ടത്തിൽ മിടുക്കരാകുന്നത്. പിന്നെ ഇതിൻ്റെ ഒക്കെ പുറമെ മീഡിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ജേർണലിസത്തിന് ഒരു എത്തിക്സും ബാലൻസും ഉണ്ട്. ആ എത്തിക്കൽ ബാലൻസ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കാരണം നമുക്കറിയാം ഇപ്പം ഇത് ഭയങ്കര സെൻസേഷണലിസത്തിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ ഏത് കാര്യത്തിലും അഗ്രവേറ്റിംഗ് സെൻസേഷണലിസം ഇൻ മീഡിയ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സെൻസേഷണലിസത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ അത് മാത്രമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകേണ്ടതും അനിവാര്യമാണ്. ശരിയാണ്, തീർച്ചയായിട്ടും. അപ്പോൾ വളരെയധികം ക്വാളിറ്റീസ് വേണ്ട ഒരു മേഖല തന്നെയാണ് തീർച്ചയായിട്ടും എന്ന് ഞാനും ഇപ്പം മനസ്സിലാക്കുന്നു. ശരിക്കും അൺബയാസ്ഡ് ആയിട്ടും എല്ലാ കാര്യങ്ങളെയും ഈക്വലി നമുക്ക് കാണാനുള്ളൊരു കഴിവ് കൂടിയും ഈ ഒരു മേഖലയിലുള്ളവർക്ക് വേണം അല്ലേ? തീർച്ചയായും. യെസ്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലേ റെഡി ആയിട്ടിരുന്നോളൂ ഈ ഒരു മേഖലയിലേക്ക് വരാൻ. സോ ഇനിയും കുറേയധികം കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്, കേൾക്കാൻ റെഡി ആയിട്ടിരുന്നോളൂ. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM അന്നെയാണ് കൂടെയുള്ളത്. അപ്പോഴേ ഇന്ന് ഉയരയിൽ നമ്മളെല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ വരെ ഈ മേഖല കൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. വളരെയധികം സാധ്യതകളുള്ള ഒരു മേഖല തന്നെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്നത്. സോ ഈ മേഖലയിലേക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു കിഡ്ലൻ സപ്പോർട്ട് ഇന്നത്തെ ഉയരയിൽ
നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ട് കേട്ടോ. ഒപ്പം ഒരു എക്സ്പേർട്ടും നമ്മോടൊപ്പം തന്നെയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന് ക്യാമ്പസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ പി ജേക്കബ്. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്കിൽസ് ആണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് വേണ്ടത് എന്നുള്ളതാണ് കുറച്ച് മുൻപേ പറഞ്ഞത്. അപ്പോൾ അത്ര എളുപ്പമുള്ള പണിയല്ല. നമ്മുടെ പ്രാഞ്ചേട്ടൻ സിനിമയിൽ പറയുന്ന പോലെ വെള്ളപ്പങ്ങാടിൽ വെള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ ടീം എന്ന് പറയുന്ന പണിയല്ല ഇത്. നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള പോലെ തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിടിലൻ റിസൾട്ടും നമുക്ക് ഈ മേഖലയിൽ നിന്നും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരുന്നവര് പഠിക്കുന്ന സബ്ജക്ട്സുകൾ എന്തൊക്കെയായിരിക്കും? കോ സബ്ജക്ട്സുകൾ എങ്ങനെയായിരിക്കും? ഈ ഒരു സിലബസിന്റെ സ്ട്രക്ചർ ഒക്കെ എങ്ങനെയായിരിക്കും? അതായത് നമ്മളിപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. MA JMC എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിലബസാണ്. ആക്ച്വലി നമ്മൾ ആ വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കുന്നത് 15 തിയറി സബ്ജക്റ്റും 5 പ്രാക്ടിക്കൽ സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ 20ഓളം സബ്ജക്റ്റുകളിലൂടെ പോകുന്നുണ്ട്. അതിൻ്റെ തന്നെ എല്ലാ തരങ്ങളിലുള്ള തരം തിരിച്ചുള്ള സബ്ജക്റ്റുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇന്ന് കൊടുക്കാവുന്ന എല്ലാ വിഷയങ്ങളും കവർ ചെയ്യുന്ന ഒരു സിലബസാണിത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ന്യൂസ് റിപ്പോർട്ടിംഗ് ഉണ്ട്, ബിസിനസ് ജേർണലിസം ഉണ്ട്. അതിന് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ നമുക്ക് എഡിറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, അഡ്വർടൈസിംഗ് ഉണ്ട്, മീഡിയ മാനേജ്മെൻ്റ് ഉണ്ട്, പിന്നെ ന്യൂ മീഡിയ ആൻഡ് സൈബർ ജേർണലിസം ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ, അതുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് പബ്ലിക് റിലേഷൻസ് ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. വളരെ പ്രാധാന്യമുണ്ട്, ജോലിക്ക് സാധ്യത വളരെ കൂടുതലുള്ളതാണ്. ഒപ്പം തന്നെ റേഡിയോ ആൻഡ് നിങ്ങളുടെ വിഷയം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, റേഡിയോ ആൻഡ് ടെലിവിഷൻ. ദെൻ നമ്മൾ റിസർച്ചിന് പോകുന്നവർക്കും ടീച്ചിങ്ങിന് പോകുന്നവർക്കും ഒക്കെ അത്യാവശ്യം വേണ്ടതാണ് റിസർച്ച് മെത്തേഡ്സ് ഫോർ മീഡിയ. ദെൻ ഫിലിം സ്റ്റഡീസ് ഉണ്ട്. ഫിലിം സ്റ്റഡീസ് ചെറിയൊരു ഗ്രൂപ്പ് കുട്ടികൾ വളരെ ഗൗരവത്തോടെ പഠിക്കുന്ന സബ്ജക്റ്റാണ് ഫിലിം സ്റ്റഡീസ്. അതുപോലെ തന്നെ ഒത്തിരിയും പേര് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിനൊപ്പം തന്നെ ഇതിൽ മീഡിയ ആൻഡ് സൊസൈറ്റി, ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ, മീഡിയ ലോസ് ആൻഡ് എത്തിക്സ്, പിന്നെ സെപ്പറേറ്റ് മലയാളം ജേർണലിസം, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഈ തിയറി വളരെ നല്ല രീതിയിൽ പഠിക്കാനുള്ള എല്ലാത്തരം സിലബസിനും അപ്പുറത്തേക്ക് ഏറ്റവും രസകരമായിട്ട് പ്രാക്ടിക്കൽ കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു സിലബസാണ് MA JMCയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ കുട്ടികൾ പഠിക്കുന്നത് ന്യൂസ് റിപ്പോർട്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽസാണ്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ടിംഗ് പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുട്ടികൾ ഇവൻ്റ് റിപ്പോർട്ടിങ്, സ്പീച്ച് റിപ്പോർട്ടിങ്, സ്പോർട്ട് റിപ്പോർട്ടിങ്, അതൊക്കെ കുട്ടികൾ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഓരോ പ്രോഗ്രാം കവർ ചെയ്യുന്നു, അത് റെക്കോർഡിൽ എഴുതുന്നു, അല്ലെങ്കിൽ അതിന് പരീക്ഷ എഴുതുന്നു, ഇഷ്ടംപോലെ മാർക്ക് സ്കോർ ചെയ്യാവുന്ന, അതായത് പരീക്ഷാ പേടി ഇല്ലാത്ത ഒരു സിലബസ് അതാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ തിയറി വലുതായിട്ട് പഠിക്കാത്ത കുട്ടികൾ പോലും ഈ റിപ്പോർട്ടിംഗ് പ്രാക്ടിക്കലിനൊക്കെ ഹൈ മാർക്ക് നേടുന്നത്. അത് വെച്ചാൽ അവിടെ സ്കില്ല് നമുക്ക് മനസ്സിലാകും അവരുടെ. അതുപോലെ തന്നെ എഡിറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പേപ്പറുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ഇപ്പോൾ എഡിറ്റോറിയൽ റൈറ്റിംഗ് ആയിട്ടും ക്യാപ്ഷൻ റൈറ്റിംഗ്, ഫോട്ടോ ക്യാപ്ഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമ്മൾ ഈ സിലബസ് പറയുമ്പോൾ വിഷ്വൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ വീഡിയോ പ്രൊഡക്ഷനിലാണെങ്കിലും കുട്ടികൾ ന്യൂസ് റീഡിങ്, അത് ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്ന ഒരു മേഖലയാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിൽ എന്ന് പറഞ്ഞാൽ പോലും പ്രമുഖമായ ന്യൂസ് ചാനൽസിലെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ ന്യൂസ് വായിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവരുടെ വലിയൊരു മോഡൽസാണ്. പക്ഷെ അവർ വന്ന് വായിക്കുന്നത് മാത്രമേ അവർ അറിയുന്നുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള കാര്യം കഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സെമസ്റ്ററുകളിലൂടെ. അപ്പം ന്യൂസ് റീഡിങ്ങിന് അത്യാവശ്യം കൂടുതൽ ആളുകൾ ഇന്ന് ഉണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി മേക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കുട്ടികൾ വളരെ താല്പര്യമുള്ളവരുണ്ട്. അതവർ ഒരു സബ്ജക്റ്റ് കണ്ടെത്തി അത് എഡിറ്റ് ചെയ്ത് ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റി കൊണ്ടുവരും. വളരെ നല്ലൊരിതാണ് ഡോക്യുമെൻ്ററി മേക്കിങ്. അതുപോലെ തന്നെ ഇപ്പോൾ അന്ന ആദ്യം പറഞ്ഞ പോലെയുള്ള മൊബൈൽ ജേർണലിസം. അപ്പോൾ ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സബ്ജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഫൈനൽ സെമ്മിലേക്ക് വരുമ്പോഴത്തേക്ക് റിസർച്ചിനൊക്കെ പ്രധാനപ്പെട്ട ഇതാണ്. ഒരു മിനി റിസർച്ചായിട്ട് ഡെസർട്ടേഷൻ വർക്കുണ്ട്, ലാബ് ജേർണൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവർ.
അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സിലബസാണ്. അപ്പോൾ ഈ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അധ്യാപകരായിട്ട് പോകേണ്ടവർക്ക് നെറ്റൊക്കെ എഴുതാം, JRF അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ പോകാം, PhD അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ടീച്ചിങ്ങിലേക്ക് പോകേണ്ടവർക്കും ബാലൻസ് ചെയ്യുന്ന സിലബസാണ്. അക്കാഡമിക് ലൈനിന് അപ്പുറത്തേക്ക് ഫീൽഡിലേക്ക് പോകേണ്ടവർക്കും അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ലൊരു സിലബസാണ് MA-JMCയുടെ സിലബസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു മിസ്സേ നമ്മൾ തുടക്കത്തിലേ സംസാരിച്ച പോലെ തന്നെ ഏതൊരു മേഖലയിൽ പഠിച്ചവർക്കും അല്ലെങ്കിൽ പഠിച്ചിപ്പോൾ പകുതിയായ സമയത്താണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഇത് ചൂസ് ചെയ്യാം. കാരണം എല്ലാ മേഖലകൾ കൂടി വരുന്ന ഒരു മിക്സ്ചറാണ് ആക്ച്വലി ജേർണലിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സബ്ജക്ട്സുകളുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ആലോചിക്കായിരുന്നു, എല്ലാ മേഖലകളും വന്നിട്ടുണ്ട് ഈ സബ്ജക്ട്സുകളിലാണെങ്കിൽ. യെസ്, അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ റെഡി ആണെങ്കിൽ നമ്മൾ ഇനിയും കേട്ടോണ്ടേയിരിക്കുക. ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളും ഇൻഫർമേഷൻസും നമ്മൾ ഇന്നത്തെ ഉയരയിലൂടെ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഷെയർ ചെയ്യാതെ എവിടെയും പോവില്ല. പക്ഷെ പാട്ടുകൾ ഇപ്പോൾ അർജന്റായിട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കേട്ടുമുട്ടും ഉയരയിലൂടെ. കേട്ടോണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മളിലേക്ക് എത്തുന്ന എല്ലാ ന്യൂസുകളും ഇൻഫർമേഷൻസും ഒരു ജേർണലിസ്റ്റിന്റെ ഹാർഡ് വർക്കിലൂടെ തന്നെയായിരിക്കും. സോ ഇതിനൊക്കെ പിന്നിൽ ജേർണലിസ്റ്റുകൾ ഇങ്ങോട്ട് എത്താൻ ഒരു കോഴ്സ് കാരണമാണ്. അത് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവരിലേക്ക് എത്തുന്ന ഈ വിവിധമായിട്ടുള്ള ന്യൂസുകളെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഴ്സിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു മേഖലയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരും അറിയാനായിട്ട് പോകുന്നതും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു തന്ന് നമ്മളെ നല്ല രീതിയിൽ എന്താ പറയുക, പ്രോട്ടീൻ റിച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഇൻഫർമേഷൻ റിച്ച് ആക്കാൻ വേണ്ടി നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന് ക്യാമ്പസിലെ പ്രിൻസിപ്പലാണ് ഡോക്ടർ ലിജിമോൾ P. ജേക്കബ്. മാം, ഇനി നമുക്ക് അറിയാനുള്ളൊരു കാര്യം, ശരിക്കും ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഫ്യൂച്ചറിലേക്ക് ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് ഉറപ്പിച്ചിട്ടുണ്ട്, ലൈക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇനി ഈ കരിയറിലേക്ക് അങ്ങോട്ട് പോവുകയാണെന്ന് ഫിക്സ് ചെയ്തു. സോ അവർ നെക്സ്റ്റ് ആയിട്ട് നമ്മളെപ്പോഴും പറയുമല്ലോ 10ാം ക്ലാസ് ഒരു മെയിൻ ടേണിംഗ് പോയിന്റ് ആണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ നിന്ന്. അത് കഴിയുമ്പോൾ +2 കഴിയുമ്പോൾ അടുത്ത ടേണിംഗ് പോയിന്റ് വരും. എങ്കിലും ഫസ്റ്റത്തെ ടേണിംഗ് പോയിന്റ് 10ആണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ആക്ച്വലി അവർ ഏത് കോഴ്സാണ് അല്ലെങ്കിൽ ഏത് സ്ട്രീമാണ് ആക്ച്വലി ചൂസ് ചെയ്ത് നല്ലതായിരിക്കുക അവരുടെ ഫ്യൂച്ചറിന്? അത് 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ ഡിസിപ്ലിനിലേക്കും കുറേ മാർഗനിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ ഇതൊരു സ്ട്രിക്റ്റ് ഗൈഡ് ലൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് കുട്ടികളുടെ കഴിവുകളാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, കുട്ടികളൊരു 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് തൊട്ട് തന്നെ ഒരു സമഗ്രമായ അറിവ് ശേഖരിക്കുക എന്നുള്ളത് ഈ ജേർണലിസം ഫീൽഡിലേക്ക് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ കുട്ടികൾ ചോദ്യവും ഉത്തരവും ഒക്കെ ഇപ്പം പത്രങ്ങളിലൊക്കെ പഠിപ്പുര ചോദ്യം ഉത്തരം പഠിക്കുന്നത് പോലെ ഒക്കെ GK ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്രവായന എന്ന് പറയുന്ന പ്രിൻ്റ് ന്യൂസ് പേപ്പർ തന്നെ വേണമെന്നില്ല, ഓൺലൈൻ ന്യൂസ് പേപ്പർ ആണെങ്കിലും അറിയുക, വായിക്കുക. അതുപോലെ തന്നെ ജേർണലിസത്തിലേക്ക് വരാനുള്ള കുട്ടികൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. 10ാം ക്ലാസ് കഴിയുമ്പോൾ 10-15 വയസ്സായി, ഇന്നിപ്പോൾ ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടമായതുകൊണ്ട് കരിയറിനെ കുറിച്ചൊക്കെ നല്ല അവബോധമുണ്ട്. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ഏത് ഫീൽഡിലേക്ക്, ജേർണലിസത്തിൽ തന്നെ എവിടേക്ക് പോകണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടുതൽ വാച്ച് ചെയ്യുക, അതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. പക്ഷേ കോഴ്സ് ചൂസ് ചെയ്യുമ്പം ഇപ്പോൾ +1 +2ലേക്ക് ഒരു കുട്ടി പോകുമ്പോഴേക്ക് ആ കുട്ടി ഇപ്പോൾ ഞാൻ ഹിസ്റ്ററി എടുക്കണമെന്നോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസസിൻ്റെ മറ്റ് സബ്ജക്റ്റ് വേണമെന്നോ ഒന്നും നിർബന്ധം പറയില്ല. കാരണം പലപ്പോഴും കണ്ടിരിക്കുന്ന എൻ്റെ ഒരു 25 വർഷത്തെ അധ്യാപന പരിചയത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്ന സയൻസ് സബ്ജക്റ്റ് എടുത്തവരും മറ്റ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തവരും ഒക്കെ ഇതിലേക്ക് ഓടിയെത്തുന്നുണ്ട്.
അവർ ഇതിലേക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ അവരതിനെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്ത് ചിലപ്പോൾ പഠനത്തിൽ പോലും റാങ്ക് ഹോൾഡേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും അവർ മുൻപന്തിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലിയും മേടിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന സബ്ജക്റ്റ് പിന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആർട്സ് സബ്ജക്റ്റിന് ഒരു പ്രാധാന്യം എന്നാന്ന് വെച്ചാൽ ഇപ്പം മലയാളം ഇംഗ്ലീഷ് ഇത് രണ്ടും ഇപ്പം നമുക്കറിയാം, 2 ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ വേണ്ടത് ഈ സബ്ജക്റ്റിന് വളരെ പ്രധാനമാണ്. അപ്പം ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ലതാണ്. പക്ഷേ ഇവർ +1 +2 ഇക്കണോമിക്സ്, അപ്പോൾ ഫിനാൻസ് നമുക്കറിയാം. ഇപ്പോൾ ജേർണലിസം ഫീൽഡിലൊക്കെ ബിസിനസ് ജേർണലിസ്റ്റുകൾക്ക് വളരെ പ്രാധാന്യമാണ്. വളരെ നല്ല പേയ്മെൻറ്റൊക്കെ കിട്ടുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരും ജനറലായിട്ട് വരുന്നൊരു ഫീൽഡല്ല. അപ്പം നമുക്കൊരു 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും അത്തരം ഒരു ബേസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ ശേഷിയുണ്ടെങ്കിൽ നമുക്കത് കിട്ടുന്ന ഒരു വലിയ ബേസാണ്. അപ്പോൾ അതുപോലെ ഈ കുറച്ച് വായനയും കാര്യങ്ങളും ഉള്ളവർക്ക് ചരിത്രപരമായ വിഷയങ്ങൾ എടുക്കുന്നവർക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട്, ലാംഗ്വേജ് പോലെ തന്നെ. പക്ഷേ ഇന്ന സബ്ജക്റ്റ് മാത്രം പഠിച്ചത് കൊണ്ട് +1 +2 പഠിച്ചത് കൊണ്ടോ ഡിഗ്രി പഠിച്ചത് കൊണ്ടോ ജേർണലിസം എളുപ്പമാണെന്ന് പറയാൻ പറയില്ല. അപ്പോൾ ഏതും പഠിക്കാം. പക്ഷെ പൊതുവിവരം എന്നുള്ളത് കമ്പ്യൂട്ടർ സയൻസുകാരനും ബയോളജി പഠിച്ചവരും ഇംഗ്ലീഷ് പഠിച്ചവരും മലയാളം പഠിച്ചവരും ഒക്കെ വേണം. അത് കമ്പൽസറിയാണ്. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സമൂഹവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ജോലിയാണ്. ഒരു സമൂഹത്തെ നമ്മളിലേക്ക് നമ്മുടെ എന്ത് തോട്ട് കൊണ്ടാണെങ്കിലും നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമൂഹമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ഓഡിയൻസ്, വ്യൂവേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ നമ്മൾ പല ചിന്തകളെയും നമ്മൾ പുതിയ ഉടുപ്പിടിവിച്ച് അവർക്ക് പുതുതായിട്ടൊക്കെ കൊടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സൊസൈറ്റിയോട് ബന്ധപ്പെടുന്ന ആയതുകൊണ്ട് നമ്മൾ സൊസൈറ്റിയെ മനസ്സിലാക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ജേർണലിസ്റ്റുകളെന്ന് പറഞ്ഞാൽ നമുക്ക് സ്പൂൺ ഫീഡിങ് ജേർണലിസ്റ്റുകളെ അല്ല ആവശ്യം. നമുക്ക് ആവശ്യം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അത്യാവശ്യം സാഹിത്യവും ആർട്സും ഒക്കെ അറിയാവുന്ന, മറ്റാളുകളുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാതൃകാ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്തൊക്കെ വേണമെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത് പോസിറ്റീവായിട്ട് പറയുന്ന അതേ കാര്യങ്ങളൊക്കെ, വളരെ പ്രധാനമായ കാര്യങ്ങളൊക്കെ ജേർണലിസത്തിലും വേണം. എന്നാലേ ഉള്ളൂ നമുക്കൊരാളെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അവരിലേക്ക് ഒരു കാര്യം കൊടുക്കാൻ പറ്റത്തുള്ളൂ, അവരത് റിസീവ് ചെയ്യുള്ളൂ. അത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഉറപ്പായിട്ടും. അതുപോലെ മിസ്സേ, ഇപ്പോൾ നമ്മൾ ഓരോ കുട്ടികൾക്കും ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചിരുന്നു. അതല്ലാതെ ഇപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ PG പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എൻട്രൻസ് എക്സാമുകൾ ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമ്മളിപ്പം ഡിഗ്രിക്ക് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ജേർണലിസം കോഴ്സുകൾ, എല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും എൻട്രൻസ് എക്സാം ഉണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിലുള്ള സ്റ്റേറ്റിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രിക്ക് എൻട്രൻസ് എക്സാം നടത്തുന്നില്ല. PG കോഴ്സുകളിൽ ചില യൂണിവേഴ്സിറ്റികൾ നടത്തുന്നുണ്ട്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മസ്റ്റായിട്ട് എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്. അപ്പം ആക്ച്വലി അഡ്മിഷൻ കിട്ടാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം പൊതുവിവരവും ഇതുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാം പാസ്സായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് സീറ്റുകളുണ്ട്, ലഭിക്കും. ഓക്കെ, അപ്പം എന്തായാലും ആ ഒരു കിഡിലൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമ്മളെല്ലാവരും ഒരു പാട്ടിലേക്ക് പോവാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ അറിയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്കറിയാം, ഈ മേഖലയെ പറ്റിയിട്ട് അറിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ കരിയർ ഏറ്റവും സെക്യൂർ ആക്കാൻ കൂടി നോക്കുന്നുണ്ട്. സോ ജോലി സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്തതായിട്ട് നമ്മൾ അറിയാൻ പോകുന്നത് ഈ മേഖലയിലെ ജോലി സാധ്യതകളെ പറ്റിയിട്ടാണ്. അതറിയാനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സിനെയാണ് ഇന്ന് ഉയരയിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു മേഖലയുടെ ജോലി സാധ്യതകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അറിയാനായിട്ട് പോകുന്നത്.
കിഡിലനായിട്ടുള്ള ഇൻഫർമേഷനായിട്ട് നമ്മോടൊപ്പം മിസ് കൂടെ തന്നെയുണ്ട്. പ്രിൻസിപ്പൽ ഡോക്ടർ അലിജ്മോൾ പി ജേക്കബ്. മിസ്സേ, നമുക്ക് ജോലി സാധ്യതകളെ പറ്റി ഒന്ന് പറഞ്ഞേക്കാം അല്ലേ? അതെ അതെ അതെ. ജോലി സാധ്യതകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചാൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചാൽ ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. അപ്പം അതിൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ജോലി വേണമെന്ന് ആഗ്രഹിച്ച ഒറ്റ വിദ്യാർത്ഥികൾ പോലും വെറുതെ നിൽക്കുന്നില്ല. നമുക്ക് വേറൊരു സബ്ജക്റ്റിനും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, കോഴ്സ് തീരുന്നതിന് മുമ്പേ പലപ്പോഴും അവർ ജോലിക്ക് കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഫീൽഡിനെ കുറിച്ച് എടുത്ത് പറഞ്ഞാൽ, ഇപ്പം PR, HR എന്ന് പറയുന്ന ഈ 2 ഫീൽഡും, പബ്ലിക് റിലേഷൻസിൽ പ്രൈവറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് പോസ്റ്റുകളും ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ നമ്മളുടെ ഓരോ ജില്ലകളിലെ ഇൻഫർമേഷൻ ഓഫീസർമാർ പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച് പരീക്ഷ എഴുതി PSC ടെസ്റ്റ് എഴുതി കയറി വന്നിരിക്കുന്നവരാണ്. എനിക്ക് ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്, ആ നിലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഗവൺമെൻറ് സെക്ടറിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അഡ്വർടൈസിങ് നമുക്കറിയാം, പ്രൈവറ്റ് സെക്ടറിൽ ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്ന ഒരു ഫീൽഡാണ്. ഏജൻസികൾ നടത്തുന്നവരുണ്ട്, അതിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ആഡ് സ്കിൽസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസിങ് മേഖല ഭയങ്കര ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുന്നുണ്ട്. ദെൻ കണ്ടന്റ് റൈറ്റേഴ്സ് ഒരുപാടുണ്ട്. എഴുത്തിൽ നല്ല കഴിവുള്ള ആളുകൾ, നല്ല ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടെങ്കിൽ അവർ ആ രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയ അനലിസ്റ്റ്, അത് വിഷ്വൽ മീഡിയയിലാണെങ്കിലും എല്ലാ മീഡിയകളിലും മീഡിയ അനലിസ്റ്റുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല രീതിയിൽ അവർക്ക് വാർത്തകളെ വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അത്തരം പോസ്റ്റുകളിലേക്ക് കൃത്യമായിട്ട് അവർക്ക് തന്നെ അവർ ഈ ലോകത്ത് വളർന്നു വരുന്ന ഒരു താരമായിട്ട്, ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാറിനെയൊക്കെ പോലും മീഡിയ അനലിസ്റ്റുകൾ വളർന്നു വരികയാണ്. ആ തരത്തിലേക്ക് വരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്ന തട്ടകം തന്നെ റേഡിയോ എന്ന് പറയുന്നത്, റേഡിയോ ജോക്കികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫേസ് കാണുന്നില്ലെങ്കിൽ പോലും ഇന്ന് ഈ ശബ്ദം, അന്നയുടെ ശബ്ദം തന്നെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദത്തിലൂടെ കുറേ ആരാധകർ വരുന്നുണ്ട്. അപ്പം അതിന് ആ സ്കില്ലുള്ള ആളുകളെന്ന് പറയുന്നത് ആ കാര്യത്തിൽ അവർക്കുള്ള ജോലികൾ, അതിപ്പം റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രൈവറ്റ് സെക്ടറിലാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കൂടുതൽ വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നേരത്തെ ഗവൺമെൻറ് സെക്ടറിലും നമുക്കുണ്ട്, ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ അത് ആഗ്രഹിക്കുന്നവർക്ക് അത് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്കറിയാം വിഷ്വൽ എഡിറ്റിങ്, ഇപ്പോൾ ഫിലിം എഡിറ്റിങ്, വിഷ്വൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന എല്ലാത്തരം ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിലിം എഡിറ്റിങ്, നമ്മളെല്ലാ പ്രോഗ്രാം എഡിറ്റിങ്, അങ്ങനെയുള്ള എഡിറ്റേഴ്സിനെ വളരെയധികം ആവശ്യമാണ് ഇപ്പം. അപ്പോൾ അതൊരു വലിയ ഫീൽഡാണ്. ഇതിനെ ഒട്ടും നമുക്ക് കളയാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു ഫീൽഡാണ് വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ, ക്യാമറമാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ട് കാലത്തെ പോലെ നമ്മളൊരു ഫോട്ടോഗ്രാഫ് ക്യാച്ച് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ സ്റ്റോറി ക്യാച്ച് ചെയ്യുകയാണ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം. MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർ തന്നെയാണ് ഇന്ന് ക്യാമറാമാൻ. അല്ലാതെ നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ അറിയാവോ എന്നുള്ളതല്ല അതിൻ്റെ സ്കില്ല്. അപ്പം നമ്മൾ അത്രമാത്രം സബ്ജക്റ്റ് പഠിച്ചവരാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ക്യാമറാമാൻ്റെ ജോലി. എല്ലാ മേഖലകളിലും അതുണ്ട് എന്നുള്ളതാണ്. പിന്നെയുള്ളത് പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അത് നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്താകമാനം എത്രമാത്രം ചാനലുകൾ, എത്രമാത്രം FM സ്റ്റേഷൻസ്, എന്തുമാത്രം ഫീൽഡാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഗ്രാമിനും പല ആളുകൾ പ്രൊഡ്യൂസേഴ്സായിട്ട് പല പ്രോഗ്രാമുകളിലായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ജോലി കിട്ടുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പം ഗവൺമെൻറ് സെക്ടറിലുള്ള ദൂരദർശനായിട്ടും അങ്ങനെയുള്ള മേഖലകളിലുള്ള പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, അങ്ങനത്തെ പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്ത് കയറാനുണ്ട്. പിന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളല്ല ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സോഷ്യൽ മീഡിയ. ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ് പോലും അതും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ? നമ്മളിപ്പോൾ കാണുന്ന കൂണുപോലെ മുളയ്ക്കുന്ന യൂട്യൂബ് ചാനലുകൾ അല്ലേ, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബഡിങ് ജേർണലിസ്റ്റുകളെ കൊണ്ട് നിറയുകയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തന്നെ നമ്മൾ അമ്പരന്ന് പോവും. ചിലപ്പോൾ നമ്മൾ കൺവെൻഷണൽ മീഡിയയിൽ അല്ലെ വിഷ്വൽ മീഡിയയിൽ നമ്മൾ കാണുന്നവരെക്കാളും ചിലപ്പോൾ കഴിവുള്ളവർ വളർന്നു വരുവാണ് അതിലൂടെ. യൂട്യൂബ് ചാനലുകളിലൂടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസാണ്. ഇപ്പം ജസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോഴേ പണ്ട് കാലത്ത് എനിക്ക് ജോലി കിട്ടുമോ എന്നോർത്ത് പത്രസ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുമോ ഒന്നും വേണ്ട.
ഇവർക്ക് സ്വയമേ പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കുകയും വളരുകയും ചെയ്യാണ്. ഒരു ഫോൺ എടുത്ത് ഹൈ ഗൈസ് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. അപ്പം ശരിക്കും ആർക്കും ആ മേഖലയിലേക്ക് എത്താം. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബേഴ്സായിട്ടും വലിയ യൂട്യൂബ് ചാനലുകളിൽ ജോലി ചെയ്യുന്നവരായിട്ടും ഇപ്പോൾ ജേർണലിസം പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സ്കില്ലുണ്ടെങ്കിൽ, ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിലവാരത്തോടു കൂടി ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇതിനകത്ത് കുറച്ച് പ്രിൻസിപ്പിൾസും എത്തിക്സും ഒക്കെ അവർക്ക് അറിയാം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ തന്നെ ആ ജോലിയിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പലപ്പോഴും യൂട്യൂബ് ചാനലുകാർ സോഷ്യൽ മീഡിയ മേക്കേഴ്സും ഒക്കെയാണ് കൂടുതലും കേസുകളിൽ ഏറ്റവും കൂടുതൽ ചെന്ന് പെടുന്നത്. അപ്പം നമുക്കൊരു ലീഗലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പഠിക്കുന്നുണ്ട്. മീഡിയ ലോസ് ആൻഡ് എത്തിക്സ് ഒക്കെ അവെയറാകും. അപ്പം നമുക്കതൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ശരിയാണ്, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തെ പറ്റി കൂടുതൽ അറിയുന്നുണ്ട്. കേൾക്കാൻ റെഡി ആയിട്ടിരുന്നോളൂ. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നെയാണ് കൂടെയുള്ളത്. നമ്മളിന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സിനെ പറ്റിയിട്ട് അറിയാൻ പോവാണ്. ഒരു കിഡിലൻ എക്സ്പേർട്ടിൽ നിന്നും തന്നെ. കൂടെ നമ്മോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന് ക്യാമ്പസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P. ജേക്കബ് ആണ്. മിസ്സേ, ഈ ഒരു മേഖലയുടെ കൂടുതൽ ജോലി സാധ്യതകളെ പറ്റി ഒന്ന് പറഞ്ഞേക്കാം അല്ലേ? അതെ. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ ടീച്ചിങ് ഒരു നല്ല പ്രൊഫഷൻ അല്ലേ? ഉറപ്പായിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു തരാൻ, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ ആള് വേണ്ടേ? അപ്പൊ അതെന്താന്ന് വെച്ചാല് ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ടീച്ചിങ്ങിന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ആളുകളേ ഉള്ളൂ. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ സ്ത്രീകൾ ഒരുപാട് ഈ മേഖലയിലേക്ക് കടന്നു വന്നു. അപ്പോൾ അതിന് കുറച്ചുകൂടി ഗൗരവം, സ്ത്രീകളാണല്ലോ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട്. ടീച്ചിങ്ങിനും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും ഇപ്പോൾ +2 ഈ സബ്ജക്റ്റ് കുറച്ച് കാലഘട്ടമായിട്ട് ജേർണലിസം വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് +2 അധ്യാപകർ തൊട്ട് നമുക്ക് ആ പോസ്റ്റ് കിട്ടുകയാണ്. ഡിഗ്രിക്ക് +2 പോസ്റ്റ്, പണ്ടത്തെ പോലെ PGക്ക് മാത്രമൊന്നുമല്ല. പിന്നെ ഉള്ളത് നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാത്ത കുറേ ഗവൺമെൻറ് സെക്ടർ ജോബുകളുണ്ട്. പലപ്പോഴും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതേക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല. അതായത് നമുക്കിപ്പം നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക്കേഷൻ ഡിവിഷനിലെ ഒക്കെ ജോബുകളിൽ നമുക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സെക്ടറുണ്ട്. ഇപ്പോൾ PSC തന്നെ നമുക്ക് വേണ്ടി ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് വേണ്ടി വിളിക്കുന്ന ഞാൻ പറഞ്ഞ പബ്ലിക് റിലേഷൻസ് പോലെ തന്നെയുള്ള ജോബുകളുണ്ട്. ഇപ്പം നിയമസഭയിലും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പോലും നമ്മളെ ആവശ്യമുണ്ട്. നമ്മുടെ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ വേണം, ട്രാൻസ്ലേറ്റേഴ്സ് വേണ്ടേ? അതിനെല്ലാം യോഗ്യതാ മാനദണ്ഡം ഇതാണ്. പക്ഷേ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചു പോകണം. ഇതിനെയൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ന്യൂസ് ഏജൻസികളുണ്ട്. ഇപ്പോൾ നേരത്തെ പട്ടുകാലത്ത് പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് റോയിറ്റേഴ്സ് വരെ ജോലി കിട്ടിയവരുണ്ടായിരുന്നു. അപ്പോൾ PTIയിലുണ്ട്. അപ്പോൾ അതുപോലുള്ള ന്യൂസ് ഏജൻസികൾ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് വളരെ വലിയൊരു ഫീൽഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫീൽഡുകളെ വെച്ചും നമ്മൾ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പത്രസ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല. പത്രസ്ഥാപനങ്ങളിൽ തന്നെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട ഒരു പത്രസ്ഥാപനത്തിൻ്റെ പ്രിൻ്റ് എഡിറ്റോറിയൽ ആ എഡിറ്റേഴ്സിനേക്കാളും 3 ഇരട്ടിയുണ്ട് ഓൺലൈൻ മീഡിയയിൽ എഡിറ്റേഴ്സ് ഇരിക്കുക. അപ്പോൾ അവരുടെ തന്നെ ഓൺലൈൻ ന്യൂസ് പേപ്പറിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം എന്തുമാത്രം ജോബ് പത്രസ്ഥാപനങ്ങളിൽ നിൽക്കുന്നു. പത്രം സ്ഥാപനങ്ങൾ ഈ 2 ഓൺലൈനായിട്ടും പ്രിൻ്റായിട്ടും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സമഗ്രമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ഇപ്പം ഞാൻ ഇതിനകത്ത് സ്പെഷ്യലൈസേഷൻ പറഞ്ഞില്ല. വിഷ്വൽ മീഡിയയിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് മാത്രം, പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല, ന്യൂസ് റീഡേഴ്സ് ഉണ്ട്, ആങ്കേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ ഈ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ വലിയ ആങ്കേഴ്സായിട്ട് അങ്ങ് സെലിബ്രിറ്റീസായിട്ട് മാറേണ്ടവരാണല്ലോ. അപ്പം ആ തരത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കുന്ന
ഈ ജോബിൻ്റെ ഒരു ഗ്ലാമറും കിട്ടുന്നു, അതുപോലെ തന്നെ നമ്മൾ സ്വയമേ അതിലേക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരുകയും ചെയ്യുന്നുണ്ട്. അത്രയും നല്ലൊരു പ്രൊഫഷൻ എനിക്ക് തോന്നുന്നില്ല ഈ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ അത്രയും ഇതുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒന്ന് കാണിച്ചു തരാൻ എനിക്കില്ല. പക്ഷേ ഇതിനകത്ത് പ്രധാനം എന്നത് നമുക്ക് വേണ്ടത് നമ്മൾ കണ്ടെത്തണം. ആവശ്യക്കാരൻ കണ്ടെത്തി അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് ഉറപ്പാണ്. ശരിയാണ് കേട്ടോ. ഞാൻ മിസ് പറഞ്ഞ പോയിന്റ്, ലാസ്റ്റ് പറഞ്ഞ സെന്റൻസിൽ തന്നെ ഒന്ന് ഫോഴ്സ് ചെയ്ത് പറയാണ്, വളരെ ശരിയാണത്. കാരണം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മളിലേക്ക് തിരഞ്ഞ് ഓടിയെത്തുക എന്ന് പറഞ്ഞത് വളരെ റിസ്ക് ഉള്ള പരിപാടിയാണ്, വളരെ റെയറാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് സെറ്റിൽഡ് ആക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ മിസ് പറഞ്ഞതിൽ തന്നെ എത്രത്തോളം ജോലി സാധ്യതകളാണ് ഈ ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നതെന്ന് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ എനിക്കും ഇത്രേ പറയാനുള്ളൂ. സ്വാഗതം ഈ ഒരു മേഖലയിലേക്ക്. അപ്പോൾ എന്തായാലും പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾ സ്വാഗതം ചെയ്തില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. നമ്മൾ വേഗം പാട്ടിലേക്ക് പോകുന്നു. സോ കേട്ടോടെ ഇരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മോടൊപ്പം മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന കോഴ്സിനെ പറ്റി ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ കൂടെയുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P. ജേക്കബ് ആണ്. സോ നമുക്ക് പാട്ടിലേക്ക് പോലെ മിസ്സേ. ഓക്കെ, പാട്ട് വരുന്നുണ്ട്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മോടൊപ്പം ഇന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന കോഴ്സിനെ പറ്റി കൂടുതൽ സാധ്യതകൾ, അതുപോലെ കൂടുതൽ അറിയാൻ വേണ്ടി പോകുകയാണ് നമ്മൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഷെയർ ചെയ്യാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P. ജേക്കബ് ആണ്. മിസ്സേ, നമുക്ക് അടുത്തതായിട്ട് അറിയാനുള്ളത് ഇപ്പോൾ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം MCJ, അതുപോലെ PG ഡിപ്ലോമ ഇൻ ജേർണലിസം പ്രസ് അക്കാദമി ചെയ്യുന്ന അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് ആക്ച്വലി? ഇത് മാസ്റ്റേഴ്സ് ഡിഗ്രിയും ജേർണലിസം ഡിപ്ലോമയും രണ്ടും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ രണ്ട് തലത്തിലാണ്. ഇപ്പം നമ്മളിപ്പോൾ കൂടുതൽ സംസാരിച്ചത് മാസ്റ്റേഴ്സ് ഡിഗ്രിയെക്കുറിച്ചായിരുന്നല്ലോ, സിലബസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്കെല്ലാം കുറച്ച് മനസ്സിലാക്കി കാണും. കാരണം കൂടുതൽ പഠിക്കുന്നുണ്ട്, കൂടുതൽ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, ശാസ്ത്രീയമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ UGC നെറ്റ് പോലുള്ള എക്സാംസിന് ഡിപ്ലോമ പഠിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ടീച്ചിങ്ങിലേക്കൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ വേണം. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് പോസ്റ്റുകളിലേക്ക് വരുമ്പോഴത്തേക്കും ചോദിക്കുന്നത് മുഴുവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസിലെ ഇൻഫർമേഷൻ ഓഫീസർമാരെ വിളിക്കുമ്പോഴും നമുക്ക് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വേണം. പക്ഷേ എന്നാൽ PG ഡിപ്ലോമ എന്ന് പറയുമ്പം നേരത്തെയുള്ള കാലത്തൊക്കെ നമ്മൾ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എല്ലായിടത്തും വ്യാപകമാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഡിപ്ലോമ കോഴ്സുകൾ ഏറെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പത്രസ്ഥാപനങ്ങളിലും പിന്നീട് വന്ന വിഷ്വൽ മീഡിയയിലൊക്കെ ഡിപ്ലോമ ചെയ്തവർ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നുമുണ്ട്, അവരൊക്കെ ഉണ്ട്, സീനിയേഴ്സൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് ഇതിനകത്തൊരു വാസനയുണ്ടാകും. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു വർഷം ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ആ മേഖലയിൽ അവരുടെ സൈൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ പറയുന്ന നിലയിലേക്ക് ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പം ഇപ്പം മീഡിയ ഗ്രൂപ്പ്സ് തന്നെ പലപ്പോഴും അനൗൺസ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സിലെല്ലാം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ നിഷ്കർഷിക്കുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ അതിൻ്റെ അത് ആ പർട്ടിക്കുലർ ഇതിൽ ഇല്ലാതെ വരുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പം ഡിപ്ലോമക്കാരെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിപ്ലോമ ഇൻ ജേർണലിസം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും അവർ 4-5 വർഷം ജോലി ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട്, അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ ചെയ്യാൻ വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഫീൽഡ് അവർക്ക് വളരെ ഫെമിലിയറാണ്, അവർക്കറിയാം, പഠിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഡിപ്ലോമ ചെയ്യാം, പക്ഷേ ഒരു തൽക്കാലം നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാനും ജോലി ചെയ്യാനും വളരെ നല്ലതാണ്. പക്ഷേ
സാധ്യതകൾ പഠിക്കാനുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ ചെയ്യണം എപ്പോഴാണെങ്കിലും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ മിസ്സേ, ഇതിനോടൊപ്പം തന്നെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ PG ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരെക്കാളും എക്സ്പീരിയൻസ് മേ ബി കുറവായിരിക്കും ഈ ഒരു ഫീൽഡിലേക്ക്. ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ അവർ ഇന്റർവ്യൂവിന് പോവാണ്. സോ എത്രത്തോളം കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടതുണ്ട്? അപ്പോൾ അവർ MA ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച കുട്ടികളോടൊപ്പമാണ് അവർ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ മലയാളം ലിറ്ററേച്ചറോ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അത് മാത്രം മതി എന്ന് അവർ പറയുന്നത് വളരെ റയറായിട്ടായിരിക്കും. അങ്ങനെ ആണെങ്കിൽ പോലും അവർ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പൊതു കാര്യങ്ങളിലുള്ള ജ്ഞാനമുണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഈ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പഠിക്കുന്ന ആ വിഷയങ്ങളിൽ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഒരു അത്യാവശ്യം ഐഡിയ അവർക്കുണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ മലയാളം ലിറ്ററേച്ചറോ പഠിക്കുന്നവർ ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ നിരത്തി വെച്ചതുപോലെ പരക്കെ എല്ലാ ജോലികളും അവരെ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവർക്ക് വേറെ ചില കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർ നല്ല ലാംഗ്വേജ് ഉണ്ട്, അവർക്ക് നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുമൊക്കെ ചെയ്യുമെങ്കിൽ അവർക്ക് ആങ്കേഴ്സൊക്കെ ആകാം. അതിനൊന്നും കുഴപ്പമില്ല. ആ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അവർ ഉയർന്നു വന്നോളും. അത്തരം അങ്ങനെ ഒരു എക്സാമ്പിൾ ആ തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ അവർക്ക് ഉയർന്നു വരാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന പ്രവണത എന്നാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കാണേലും MA മലയാളം കഴിഞ്ഞിട്ടും MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞിട്ടും ഒരു PG കഴിഞ്ഞ് സെക്കൻഡ് PG ജേർണലിസം എടുക്കുന്നവരുണ്ട്. കാരണം ജോലിക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജേർണലിസം എന്ന് ചോദിക്കുമ്പം അതുണ്ടാവണമല്ലോ. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും മികവ്. ഓക്കെ മിസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഒരു പാട്ടിലേക്ക് പോവാണ്. പാട്ടിൻ്റെ അടുത്തേക്ക് അടുക്കുന്ന സമയത്തെ നമ്മുടെ ഉയരെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ ഉയരയുടെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷെ പാട്ടുകൾ തന്നെയാണ് വരുന്നത്. അതിനുശേഷം നമ്മളൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിട്ട് തിരിച്ചെത്തുന്നുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ മറ്റ് സാധ്യതകളെ പറ്റി അറിയാൻ. കേട്ടോടെയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. അന്നെയാണ് കൂടെയുള്ളത്. നമ്മൾ ഇന്ന് നമ്മളിലേക്ക് എത്തുന്ന ന്യൂസിൻ്റെ ഒരു സോഴ്സിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയിരിക്കുകയായിരുന്നു. ആ ഒരു സോഴ്സിൻ്റെ കോഴ്സിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. സോ ഈ ഒരു മേഖലയെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെയുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിബോൾ P. ജേക്കബാണ്. മാം, നമുക്കറിയാം ഓരോ ടൈപ്പ് ജേർണലിസം ഇപ്പോൾ അറൈസ് ചെയ്ത് വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ മൊബൈൽ ജേർണലിസം, മോജോ, ഒരു ഫോണിൽ മാത്രം മതി നമ്മളെല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും. സോ ഇനിയൊരു ജേർണലിസം സ്റ്റുഡൻറ്റ് ഫ്യൂച്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഇതുപോലെ ഏതായിരിക്കും, ലൈക്ക് മോജോ പോലെ തന്നെ? ഫ്യൂച്ചറിൽ നമ്മൾ മോജോയോടൊപ്പം തന്നെ എല്ലാത്തരം ജേർണലിസത്തിൻ്റെ എല്ലാ കച്ചവടത്തിനും എന്ന് തന്നെ പറയാം, നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കപ്പെടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണേ. ഏറ്റവും ഞാൻ പറയുന്നത് ബ്രീവിറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായി മാറുകയാണ്. ഇപ്പം നമ്മൾ റീൽസിൻ്റെ കാലഘട്ടത്തിലാണല്ലോ നിൽക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പറയാനുള്ളത് വിൽക്കപ്പെടുക, കച്ചവടം ചെയ്യണം. നമ്മൾ കുറഞ്ഞ സമയമേ ഉള്ളൂ, കാരണം ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പം ആളുകളെ നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം അവരെ പിടിച്ചു നിർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ആണെങ്കിലും ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിലും എന്താണേലും നമ്മുടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മുടെ ഓഡിയോസ് ആണെങ്കിലും എന്താണേലും വളരെ ചെറിയ സമയത്തിനുള്ളിൽ വിൽക്കാൻ പറ്റുക, എന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പം അതായത് നമ്മൾ മനസ്സിലാക്കണം, വിൽക്കാനുള്ളവർ എന്തും വിൽക്കും, പക്ഷേ വാങ്ങാനുള്ളവർ അവർക്ക് ആവശ്യമുള്ളതേ വാങ്ങുള്ളൂ, അല്ലേ? അപ്പോൾ അതിന് സമയം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലുള്ള ഒരു ടെക്നോളജിയിലേക്ക് നമ്മൾ മാറും. ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിൽ ഇത് കൊടുക്കണം. അപ്പം അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ പത്രങ്ങൾ പോലും എടുത്താൽ
നമ്മൾ അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കുന്നുണ്ട്. മുതിർന്നവരായിരിക്കും പത്രങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാനത് എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും ഹെഡ്ലൈൻസ് ആണെങ്കിലും ഫീച്ചർ സ്റ്റോറീസ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് നമ്മളുടെ തലയിലേക്ക് ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനിങ് എലിമെൻറ്റ്സ് ആണ് പത്രങ്ങൾ പോലും ആപ്ലിക്കബിൾ ആക്കുന്നത്. എന്തിനാണ് കളർ കൊണ്ടും ഡിസൈൻസ് കൊണ്ടും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്? നമ്മളിത് മുഴുവനൊന്നും ചിലപ്പം വായിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ആ കാണുന്ന ഹെഡ്ലൈനിലുള്ള അട്രാക്ഷൻ ആയിരിക്കും, അതിനാണ് അവർ കാശ് മുടക്കുക. അതായത് പേജ് ലേഔട്ടും ഡിസൈനിങ്ങിനും ഒക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ബോക്സിൽ കൊടുക്കുന്നു ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ സെന്റൻസിൽ. നമ്മുടെ കണ്ണ് അങ്ങോട്ടേ പോകൂ, ഐ ക്യാച്ചിങ് ആണ്. അപ്പം ആ തരത്തിലേക്ക് വിൽക്കാനുള്ള രീതിയിലേക്ക് വിഷ്വൽ മീഡിയ ആണെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ വീഡിയോസ് ആണെങ്കിലും ഓഡിയോസ് ആണെങ്കിലും നമ്മുടെ മീഡിയ മൊത്തം കുറഞ്ഞ സമയം കൊണ്ട് കച്ചവടം ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് നമ്മൾ എത്തും ഇനി. ഓക്കെ, അപ്പം മിസ്സേ, നമ്മളിന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മേഖലയെ മൊത്തത്തിൽ അങ്ങോട്ട് ഈ ഒരു 2 മണിക്കൂറിനുള്ളിൽ ഒന്ന് ഓടിച്ച് പറഞ്ഞിരിക്കുകയാണ്. എനിക്കറിയാം നമുക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ മതിയാവില്ല ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടും ക്ലാരിറ്റിയിലും നമുക്ക് പറഞ്ഞു തന്നതിന് മിസ്സിന് വലിയൊരു താങ്ക്സ് ആദ്യം തന്നെ പറയാം കേട്ടോ. അതുപോലെ തന്നെ മിസ്സിൻ്റെ ഇത്ര നേരത്തെ ഈ ഒരു സമയം, നമുക്കറിയാം ജോലിയുടെ സമയമായിരുന്നു, പക്ഷേ മിസ്സിന് അറിയാവുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനസ്സിനും ഒരുപാട് താങ്ക്സ് പറയാണ്. നമ്മോടൊപ്പം ഇന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും നമ്മോടൊപ്പം ഈ 2 മണിക്കൂർ ഉയരയിൽ കൂടെ ഉണ്ടായിരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം CPAS MG യൂണിവേഴ്സിറ്റി പുലരിക്കുന്ന ക്യാമ്പസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P. ജേക്കബ് ആയിരുന്നു. മിസ്സെ, ഒരുപാട് താങ്ക്സ്. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഉയരയിൽ നിന്ന് ഞാനും മിസ്സും ഒരുമിച്ച് ടാറ്റാ ബൈ ബൈ പറയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. മിസ്സെ, എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്ര സമയം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ആക്ച്വലി ഞാനും ടൈം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ദൈവമേ, ഇത്രയും വേഗം സമയം പോയോ? അതെ, സമയം പോയത് അറിഞ്ഞിട്ടില്ല. അതെ, ഉറപ്പായിട്ടും വളരെ നല്ല ഒരു ഇന്റർവ്യൂ ആയിരുന്നു. മിടുക്കിയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മിസ്. അപ്പൊ എന്തായാലും ഈ മേഖലയിലുള്ളവർക്ക് നമ്മളൊരു വലിയൊരു വെൽക്കം ചെയ്തുകൊണ്ട്, അതെ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇനിയും കൂടുതൽ കാരണം പവർഫുൾ വെപ്പണാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് മീഡിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് മീഡിയ. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മേഖലയില്ല. എനിക്കിപ്പോഴും പറയുമ്പോൾ ത്രില്ലാണ് മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ആ തരത്തിലേക്ക് വരിക. നൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം മിസ്സേ. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്രയിൽ കിഡിലൻ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.